ഹലോ എവ്രി വൺ, വെൽക്കം ടു യുവർ ഷോർട്ട് ക്ലാസ് ഓഫ് ആംഗിൾസ്. നമ്മുടെ കോണുകൾ എന്നുള്ള ചാപ്റ്റർ വളരെ ഷോർട്ടായിട്ട് ഒരു 30 മിനിറ്റിനുള്ളിൽ അലൻ സാർ മൊത്തം പഠിപ്പിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ ഇത് റിവിഷനായിട്ട് വളരെ യൂസ്ഫുൾ ആയിരിക്കും. എക്സാമിന് മുമ്പ് കാണാൻ ഏറ്റവും അടിപൊളിയാണ്. അപ്പോൾ ഈ ചാപ്റ്റർ ഒന്ന് കണ്ടു എന്ന് ഉറപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കാണണമെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനറുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. എല്ലാ ക്ലാസ്സും ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ കിട്ടുന്നുണ്ട്. ജോയിൻ ചെയ്യാനുള്ള നമ്പറും ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് ആംഗിൾസ് അഥവാ കോണുകൾ. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. ഓക്കെ, ഇതിൽ നിങ്ങൾ ചാപ്റ്റർ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് 2-3 ടൂൾസ് ആവശ്യമുണ്ട്. അതുണ്ടെന്ന് ഉറപ്പിക്കുക. നിങ്ങളുടെ ജോമെട്രി ബോക്സിലുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ പെൻസിൽ ബോക്സിലുണ്ടാവും. ഓക്കെ, സംഭവങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഒരു സ്കെയിൽ വേണം. ഓക്കെ, സ്കെയിൽ വേണം. അതുപോരാതെ നമുക്ക് എന്ത് വേണം? പ്രൊട്രാക്ടർ എന്ന് പറഞ്ഞാൽ ഈ സാധനം ഉണ്ട്. ഇത് പ്രൊട്രാക്ടർ. എന്താണ് പ്രൊട്രാക്ടർ? ഡിഗ്രി, ആംഗിൾ, കോണ് കണക്കെടുക്കാനാണ്. കോണിൻ്റെ മെഷർമെൻറ്റ്, ആംഗിളിൻ്റെ മെഷർമെൻറ്റ് എടുക്കാനാണ്. അടുത്തെന്താണ് വേണ്ടത്? സെറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞ സാധനമാണ്. ഇതൊരു സെറ്റ് സ്ക്വയർ. 2 സെറ്റ് സ്ക്വയറുകളുണ്ട്. ഇയാളുമുണ്ട്, വേറൊരു സെറ്റ് സ്ക്വയർ ഉണ്ട് കേട്ടോ. 2 ടൈപ്പ് സെറ്റ് സ്ക്വയർ ഉണ്ട് കേട്ടോ. നോക്കിയേ, 45, 45, 90, 30, 60, 90. അപ്പോൾ 2 സെറ്റ് സ്ക്വയറും ഉണ്ട്, പ്രൊട്രാക്ടർ ഇയാളും വേണം. ഓക്കെ, മിനിമം ഇത്രയും വേണം. അപ്പോൾ എക്സാമിന് അത് ആവശ്യം ഉണ്ടാവും. നിങ്ങൾ പഠിക്കുമ്പോഴും എക്സാമിന് അത് ഉപയോഗിക്കാൻ മറക്കരുത്. ഫസ്റ്റ് തന്നെ വാട്ട് ഈസ് ആൻ ആംഗിൾ പെട്ടെന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽഡ് ക്ലാസ് വേണമെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. ഓക്കെ, എന്താണ് ആംഗിൾ? 2 ലൈൻ ജോയിൻ ചെയ്താൽ അവർ കൂട്ടിമുട്ടുന്ന ജംഗ്ഷനില്ലേ, അവിടെ നോക്കിയേ, അവിടെ ഒരു ആംഗിൾ. ഇതാണ് ആംഗിൾ. ദിസ് ഈസ് എൻ ആംഗിൾ. ഇതിനെയാണ് ആംഗിൾ അഥവാ കോൺ എന്ന് പറയാം. ആംഗിൾ അഥവാ കോണ്. ഓക്കെ, ഇവിടെ എത്ര ആംഗിൾ ഉണ്ട് നോക്കിയതാ? ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇവിടെ ആംഗിൾ ഉണ്ട്. ആംഗിളിനെ നമ്മൾ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വളഞ്ഞ ഒരു സർക്കിൾ പോലെ വരയ്ക്കും. ഓക്കെ, ഇവിടെ നോക്കി, ഇതൊരു ആംഗിൾ, വലിയ ആംഗിൾ, കുഞ്ഞാംഗിൾ, വലിയ ആംഗിൾ, കുഞ്ഞാംഗിൾ. ഓക്കെ, ഇവിടെ നോക്കി വളരെ കുഞ്ഞാംഗിൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആംഗിളിൻ്റെ വലിപ്പം എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുക? ഓക്കെ, ഇതൊരു എത്ര തുറന്നിരിക്കുന്നു നോക്കുക, എത്ര തുറന്നിരിക്കുന്നു. അപ്പോൾ നോക്കിയാൽ ദിസ് ഈസ് എ വെരി സ്മോൾ ആംഗിൾ. ഇതൊരു മീഡിയം വലിപ്പമുള്ള ആംഗിൾ. ഇത് വലിയ ആംഗിൾ. ഇതോ വലിയ ആംഗിൾ. ഞാൻ വരേൻ്റെ നീളം കൂട്ടുന്നതുകൊണ്ടാണ് വലിപ്പം. നോക്കിയേ, ഇതൊരു വലിയ ആംഗിൾ, ഇതും വലിയ ആംഗിൾ. ആ വരേൻ്റെ നീളമല്ല നോക്കുക, എത്ര തുറന്നിരിക്കുന്നു നോക്കുക. എത്ര തുറന്ന്, ഇതൊരു ചെറിയ ആംഗിൾ. ഓക്കെ, വലിയ ആംഗിൾ, അതേപോലെ വലിയ ആംഗിൾ, വലിയ ആംഗിൾ. ഓക്കെ, കുഞ്ഞാംഗിൾ, വലിയ. അപ്പോൾ എത്ര തുറന്നിരിക്കുന്നു അതാണ് ആംഗിൾ അഥവാ കോൺ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനത്തിന് നമ്മൾ വിളിക്കും പ്രൊട്രാക്ടർ. എന്താണ്? പ്രൊട്രാക്ടർ. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ച സാധനം എന്താ? ആംഗിള് 2 ലൈൻ കൂട്ടിമുട്ടുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിനെയാണ് വിളിക്കുക. ഓക്കെ, മലയാളത്തിന് കോൺ എന്ന് പറയും. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, ANGLE ആണ്. ഓക്കെ, ANGEL എന്താണ്? ഇത് ഏഞ്ചലാണ്. ഓക്കെ, ANKLE എന്താണ് മക്കളെ? ഇത് നമ്മുടെ കാലിലെ ആങ്കിളാണ് കേട്ടോ. ഇതാണ് ആങ്കിൾ. ഓക്കെ, അപ്പോൾ ആ ആങ്കിൾ അല്ല ഈ ആങ്കിൾ, ആ ഏഞ്ചൽ അല്ല ഈ ആങ്കിൾ. ഇത് ആങ്കിളിന് തന്നെ സ്പെല്ലിംഗ് മറക്കരുത്. ഓക്കെ, ഇത് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. 2 ആംഗിൾ തന്നു. ഇതിലേതാ വലുതെന്ന് നോക്കാൻ പറഞ്ഞു. സിമ്പിളാണ്. നിങ്ങൾ നോക്കി, വിച്ച് ഇസ് ദ ലാർജർ ആംഗിൾ? തുറന്നിരിക്കുന്ന കൂടുതൽ ഏതാ? ഇയാളാണോ ഇയാളാണോ? വരേൻ്റെ നീളം മാറ്റർ ചെയ്യില്ല. അത് ഇത്രയും വലിയ വര ആയിക്കോട്ടെ, തുറന്നിരിക്കുന്ന നോക്ക്. കണ്ടിട്ട് ഇവനാണ് കുറച്ചുകൂടി വലുതല്ല, ഇവനാണ് കുറച്ചുകൂടി വലുത്. ഇത് കുറച്ച് ചെറുതാണെന്ന് തോന്നുന്നു. ഓക്കെ, അത് കിട്ടി. ഇത് നോക്കി, ഇത് ഇത് ഡിഫറെൻറ്റ് ആംഗിൾസ് ആണ്, പക്ഷെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് കണ്ണുകൊണ്ട് ഇതിൽ ജസ്റ്റിന് വേണമെങ്കിൽ ഇതാണെന്ന് തോന്നുന്നു, ചെറുത്, എനിക്ക് തന്നെ ഉറപ്പില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിക്കും. എന്താണ്? പ്രൊട്രാക്ടർ. അപ്പോൾ പ്രൊട്രാക്ടർ നമ്മൾ എടുക്കാം. ഇവനാണ് പ്രൊട്രാക്ടർ. ഇതാണ് പ്രൊട്രാക്ടർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊട്രാക്ടറിൽ നമ്മൾ ഇവനുണ്ടോ, ഇവനെടുത്തിട്ട് ഇവിടെ വെക്കുന്നു. എന്തെടുത്ത് എവിടെ വെക്കുന്നുണ്ട്? ഈ നടുക്കത്തെ ഈ ജംഗ്ഷൻ കണ്ട് ഇവൻ, അത് കൊണ്ടിട്ട് ആംഗിൾ ഉള്ളിടത്ത് അങ്ങ് വെക്കുന്നു. ഓക്കെ, നോക്കിയാൽ ഇവനെ ഞാൻ എടുക്കുന്നു, കാരണം ഈ കറക്റ്റ് ജംഗ്ഷനിൽ കൊണ്ടേ വെക്കുന്നു. ഓക്കെ, വെച്ച് കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് കിട്ടും, നോക്കിയേ, ഈ 0. നമ്മൾ ആംഗിൾ എന്താ? ഈ ലൈനിൻ്റെ ഈ ആംഗിളല്ലേ നോക്കേണ്ടത്. അപ്പം നോക്കേണ്ടത് ഈ ലൈൻ 0 എവിടെ ടച്ച് ചെയ്യുന്നത്? ഇതല്ലേ, 180 അല്ല തുടങ്ങുന്നത്, 180 അവസാനം. അപ്പം 0 എവിടെ തുടങ്ങും? അപ്പോൾ നമ്മൾ ഉള്ളിലത്തെ നമ്പറുകളാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പം ചിലപ്പോൾ നമ്മൾ ഇവിടെ നോക്കേണ്ടി വരും, ചിലപ്പോൾ ഇവിടെ നോക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ 0 ഇവിടെ അല്ലേ, 0 തുടങ്ങുന്നിടത്തുണ്ടാണ്. ഓക്കെ, അവസാനിക്കുന്നത് ഇവിടെ. അപ്പോൾ നോക്കിയേ, 0, 10, 20, 30, 40, 50, 60 ഇടയ്ക്ക്, 50, 60 കറക്റ്റ് നടുക്കില്ല. അപ്പോൾ നോക്കിയാൽ 51, 52, 53, 54, 55. വലിയ വരാണ് 55. അപ്പോൾ ഇത് എത്രയാണ്? ഇവിടെ 55 ഡിഗ്രി എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, അത് 55 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വലിപ്പം ആംഗിളിനെ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ 55 സെൻറ്റിമീറ്ററോ കിലോമീറ്ററോ അല്ല, ഡിഗ്രി എന്ന് എഴുതും. ഇത് ഡിഗ്രി. ഓക്കെ, നമ്മുടെ ടെമ്പറേച്ചറൊക്കെ, AC ടെമ്പറേച്ചറൊക്കെ പോലെ അത് തന്നെ. ഓക്കെ, ഇനി നമുക്ക് ഇത് മെഷർ ചെയ്യാം. ഇത് എത്ര ഡിഗ്രിയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ വീണ്ടും ആ സെയിം ജംഗ്ഷനിൽ കൊണ്ടുപോയി വെച്ചു. ഓക്കെ,
ഒന്നുമായിട്ട് കറക്റ്റ് വെക്കട്ടെ. കറക്റ്റ് വെച്ചു. നമ്മൾ 0 ഇവിടെ തട്ട് 0. ഇത് 60 വരെ പോകുന്നുണ്ട്. അപ്പോൾ 60 ഡിഗ്രിയാണ്, 60 ഡിഗ്രി. ഇനി നിങ്ങൾ പറ, ആരാ വലിപ്പം കൂടുതൽ? ആരാണ് വലിപ്പം കൂടുതൽ? നമുക്കിനി പ്രൊട്രാക്ടർ എന്ത് കളയാം? ആരാ വലിയ ആംഗിൾ? നമ്പർ വലിയാണ്, 60 ഡിഗ്രിയാണ് വലുത്. പക്ഷേ 5 ഡിഗ്രീൻ്റെ വ്യത്യാസമുള്ളൂ. നമുക്കത് കണ്ണും കൊണ്ട് കണ്ടാൽ മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ഇയാളെ വലുതെന്ന് മനസ്സിലായി. ഓക്കെ, ഇതാണ് പ്രൊട്രാക്ടർ എന്നാൽ അല്ലെ കോൺ മാപ്പിനി എന്നും പറയും. ഓക്കെ, ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇത് എത്ര ഡിഗ്രിയാണ്? 2 പെട്ടെന്ന് മെഷർ ചെയ്യണം. ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോട്ട്സിൽ കാണാൻ പറ്റും. അപ്പം കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തില്ല. നിങ്ങൾ ഇതിൻ്റെ 1 ഷോട്ട് ക്ലാസ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാച്ചിലെ ക്ലാസ് കാണുമ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇവിടെ എത്ര ഡിഗ്രി എന്ന് നോക്കിയേ. ഇവിടെ ആദ്യത്തെ ആംഗിൾ 10 ഡിഗ്രി. ഓക്കെ, 10, 0 തുടങ്ങി 10. രണ്ടാമത്തെ ആംഗിൾ എത്രയാ? 0 തുടങ്ങി 40 വരെ പോകുന്നുണ്ട്, 40. അപ്പം ഏതാ? ഇത് 10 ഡിഗ്രി, 40 ഡിഗ്രി. ഓക്കെ, അപ്പോൾ 0, 10, 40 ഒക്കെ കണ്ടു. ഓക്കെ, ഇനി തിരിച്ചിട്ടാണെങ്കിൽ ആംഗിൾ ഇത്രയും നേരം നമ്മൾ ഇങ്ങനെ കണ്ടല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ. അതിങ്ങനെ വന്നാൽ എന്താ ചെയ്യുക? സിമ്പിൾ ഇതാ. അപ്പോഴും നമ്മൾ സെയിം സാധനം പ്രൊട്രാക്ടർ തന്നെ എടുക്കുക. സാർ പ്രൊട്രാക്ടർ തിരിക്കണോ? വേണ്ട. അതാണ് പ്രൊട്രാക്ടറിൻ്റെ ഒരു ഗുണമുണ്ട്, തിരിക്കേണ്ട. നമ്മൾ വീണ്ടും ആ സെൻറ്റർ കൊണ്ട് ജംഗ്ഷനിൽ വെക്കുന്നു. ഇനി നോക്കിക്കേ, ഇപ്രാവശ്യം 0 ഇവിടെ അല്ല ടച്ച് ആവുന്നത്. നമ്മുടെ ആംഗിൾ ഇവിടെ നല്ല തുടങ്ങുന്നത്, നമ്മുടെ ആംഗിൾ ഇവിടെ തുടങ്ങുന്നത്. അപ്പോൾ ഈ 0-ൽ ടച്ചായി, ഈ 0-ൽ ടച്ചായി. അപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് ആണ് ഇനി വായിക്കേണ്ടത്. അപ്പോൾ 0, 10, 20 ഇതാ വായിക്കേണ്ടത്. ഈ 180 അല്ല കേട്ടോ, 0 to 40. അപ്പോൾ ഇത് 40 ഡിഗ്രിയാണ്, 40 ഡിഗ്രിയാണ്. ഓക്കെ, അതും കിട്ടിയല്ലോ. ഓക്കെ, ഇനി ആംഗിളൊക്കെ മെഷർ ചെയ്യാൻ കുറേ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ട്സിലും കിട്ടും ഓരോന്ന് മെഷർ ചെയ്യാനുള്ളത്. എല്ലാം മെഷർ ചെയ്ത് നോക്കുക. അതൊക്കെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, പിന്നെ ഹോംവർക്ക് കഴിഞ്ഞാൽ ABCDEF എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്യണം, കാരണം അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ചെയ്താൽ തീരൂല. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ ഭിത്തി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നല്ല ഫോണിൻ്റെ അറ്റങ്ങളായിക്കോട്ടെ, കറക്റ്റ് ഷേപ്പുള്ള സാധനങ്ങളാണെങ്കിൽ നേരെ നിലത്ത് നേരെ മേലേക്ക് പോകുന്നു അല്ലേ. നേരെ മേലേക്ക് പോകുന്നത് ഇത്ര നിലക്കാലം നമ്മൾ പഠിച്ചത്. അതെങ്ങനെ വരയ്ക്കാം? രണ്ട് രീതി വരയ്ക്കാം. ഓക്കെ, രണ്ട് രീതി വരയ്ക്കാം. എങ്ങനെയാണ്? ആ നേരെ മേലേക്ക് എന്നുള്ളതിനൊരു പ്രത്യേക ആംഗിൾ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒരു സ്കെയിൽ വെച്ചിട്ട് നോക്കി, ഞാൻ സ്കെയിൽ എടുത്തു. ഓക്കെ, ഇവിടെ നമ്മുടെ സ്കെയിൽ എടുത്തു. ഓക്കെ, സ്കെയിൽ എടുത്തിട്ട് ഞാൻ ഒരു ലൈൻ വരച്ചു. ഓക്കെ, ഒരു ലൈൻ വരച്ചു, ഇവിടെ ഒരു ലൈൻ വരച്ചു. രണ്ട് രീതിയിൽ ഞാൻ കാണിച്ചു കേട്ടോ. ഓക്കെ, റെഡി. അപ്പോൾ നമുക്ക് ഇനി സ്കെയിൽ ആവശ്യമില്ലല്ലോ. അപ്പോൾ സ്കെയിലിനോട് തറ്റ ബൈ പറഞ്ഞു. സ്കെയിൽ വെച്ചു നമുക്ക് നേരെ വരയ്ക്കണം. നമ്മൾ വരച്ചാൽ ഏകദേശം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ ഒരു ഡോട്ട് ഇവിടെ എനിക്ക് നേരെ വരയ്ക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചു. ഓക്കെ, നമ്മുടെ പ്രൊട്രാക്ടർ ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ പ്രൊട്രാക്ടർ എടുത്താൽ നേരെ മേലുള്ള നമ്പർ ഏതാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞേ. നേരെ മേലെ വരുന്ന നമ്പർ ഏതാണ് എന്ന് ആലോചിച്ചേ. നേരെ മേലെ വരുന്ന നമ്പർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നേരെ നമ്മൾ 100 ആണെന്ന് വിചാരിക്കും. 100 അല്ലേ പൊതുവെ ഒരു നല്ല നമ്പർ? അല്ല, ഇതൊരു 90 ആണ് ഏറ്റവും നല്ല നമ്പർ. നമ്മൾ പറയണം കറക്റ്റ് കട്ട്. അപ്പം 90ലേക്ക് ഒരു ഡോട്ട് ഇടുക. 90 ആണ് നേരെ മേലെ എന്ന് പറയുന്ന ആംഗിൾ. അത് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇങ്ങോട്ടേക്ക് വര വരയ്ക്കുന്നു. സ്കെയിൽ വെച്ചിട്ട് വര വരയ്ക്കുന്നു. ഓക്കെ, ഇതിനെ വിളിക്കും 90 ഡിഗ്രീസ്. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു ഷേപ്പിലും കാണിക്കാം. ഇപ്പുറത്തെ 90 ആണ്, അപ്പുറത്തെ 90 ആയിരിക്കും. ഓക്കെ, ഇപ്പുറത്തെ 90 ആണ്, അപ്പുറത്തെ 90 ആയിരിക്കും. അതൊരു രസമുള്ളൊരു കാര്യം, സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ നമ്മൾ ഇങ്ങനെയും വരയ്ക്കും. ഇതാണ് ഒരു ട്രിക്കാണ്. 90 ഡിഗ്രി എഴുതാൻ മടിയുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇതിനെന്താണ് വിളിക്കുക? റൈറ്റ് ആംഗിൾ. എന്താണ് റൈറ്റ് ആംഗിൾ? എന്താണ് വലത്തോട്ട് ചെയ്യുന്നതാണ്? അല്ല, റൈറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ് മട്ടക്കോൺ എന്നും പറയും. ഓക്കെ, ഇതെന്താ റൈറ്റ് ആംഗിൾ എന്ന് വിളിക്കും. ഇത് പ്രൊട്രാക്ടർ വെച്ച് മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് സ്ക്വയർ വെച്ചിട്ട് മതി. ഞാൻ നേരത്തെ സെറ്റ് സ്ക്വയർ എന്താണെന്ന് കാണിച്ചില്ലേ? 2 സെറ്റ് സ്ക്വയറുകളുണ്ട്. ഇത് 2 ഉണ്ട്. ഇതിൽ ഏത് ഉപയോഗിച്ചാലും നിങ്ങൾ കാണുമ്പോൾ ഇവിടെ 90 എന്നാണ് ഈ അറ്റം കണ്ടോ? നല്ല നേരെ അതേതെങ്കിലും ഒരെണ്ണം വെച്ചാൽ മതി. ഇപ്പോൾ ഇതെടുത്താലും അതെടുത്താലും വിഷയമില്ല. അപ്പോൾ ഞാൻ എന്തെടുക്കുന്നു? ചെറുതാക്കുന്നു. ഇവിടെ വെക്കുന്നു. ഇവിടെ വെച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ നേരെ ഇവിടെ നേരെ ഇങ്ങനെ അങ്ങ് വരയ്ക്കുന്നു. ഉണ്ടോ? അപ്പോൾ എനിക്ക് അതിൻ്റെ നേരെ അങ്ങ് വെച്ചാൽ ഇതെടുത്ത് മാറ്റുന്നു. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി നമ്മൾ പഠിച്ചവരായിട്ട് നമുക്കറിയാം ഇങ്ങനെ വരച്ചാൽ മതി. ഇങ്ങനെ എഴുതിയാൽ മതി. 90 ഡിഗ്രി എന്നാൽ എല്ലാവർക്കും മനസ്സിലായിക്കോളും. നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ വരെ ഇങ്ങനെ തരിക ഏത് ആംഗിൾ എന്ന് ചോദിക്കും. ഈ ആംഗിൾ എന്ന് വിളിക്കുന്നത് എന്താണ്? റൈറ്റ് ആംഗിൾ അഥവാ മട്ടക്കോൺ എന്ന് വിളിക്കും. 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ. ഓക്കെ, അതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആംഗിളാണ്. ഓക്കെ, നേരെ മേലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പെട്ടിയായിട്ട് മാർക്ക് ചെയ്യും. ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ എഴുതിയിട്ട് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ എഴുതുന്ന തെറ്റില്ല. പക്ഷേ ഇതാണ് നിങ്ങൾ പൊതുവെ ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, ഇനി ഇതിനെ പെർപെൻഡിക്കുലർ ലൈൻസ് എന്നും പറയും. ഓക്കെ, എന്താണ് പെർപെൻഡിക്കുലർ എന്ന് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ലംബം എന്ന് പറയും. 2 ലൈൻ കൂട്ടിമുട്ടുകയാണെങ്കിൽ ഇവർ കൂട്ടിമുട്ടുന്നത് നേരെ കടക്കടാന്നാണ്. അല്ല, കടക്കടാ ചെരിഞ്ഞിട്ടല്ലേ. നേരെ ഇങ്ങനെ കൂട്ടിമുട്ടുന്ന ലൈനുകളെ നമ്മളെന്ത് വിളിക്കുക? ഇവിടെ 90 ഡിഗ്രി എന്ന് തോന്നുന്നു അല്ലേ കണ്ടിട്ട്? അപ്പം നമ്മൾ ഈ ലൈനുകളെ പെർപെൻഡിക്കുലർ ലൈൻസ് അഥവാ ലംബങ്ങൾ എന്ന് പറയും. ലംബം. ഓക്കെ,
കറക്റ്റ് ഇങ്ങനെ മുറിക്കുന്ന ലൈൻസിന് നമ്മളിതാ ഇതിപ്പോൾ നോക്കി, ഇത് പെർപെൻഡിക്കുലറാണ്, ഈ ബ്ലാക്കും വൈറ്റ് പെർപെൻഡിക്കുലറാണ്. ഇതോ ഇപ്പോൾ പെർപെൻഡിക്കുലറാണ്, ഇപ്പോൾ പെർപെൻഡിക്കുലർ ലംബമാണ്. ഓക്കെ, 90 ഡിഗ്രിയാണ് അത് പറയും. നമ്മുടെ റെക്റ്റാങ്കിൾ, ചതുരത്തിൽ 4 ആംഗിൾ എന്താണ്? റെക്റ്റാങ്കിളിലും സ്ക്വയറിലും, സ്ക്വയർ ഷേപ്പ് ഓർമ്മയല്ലേ, സമചതുരം, അതിലും എല്ലാ ആംഗിളുകളും 90 ഡിഗ്രി കേട്ടോ. എല്ലാ കോണുകളും 90 ഡിഗ്രിയാണ് മട്ടങ്ങൾ. ഓക്കെ, റെഡി. ഓക്കെ, ഡീറ്റെയിൽ ക്ലാസ് വേണമെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. നേരത്തെ അടിപൊളിയായിട്ട് മൊത്തം പഠിക്കാൻ പറ്റും. ഓക്കെ, എല്ലാ സബ്ജക്ട്സിനും എല്ലാം ക്ലാസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മളോട് പറയുന്നത്, നിങ്ങൾ 90 ഡിഗ്രി കണ്ടു, ആംഗിൾ മെഷർ ചെയ്യാൻ പഠിച്ചു അല്ലേ? ആംഗിൾ കണ്ടിട്ട് മെഷർ ചെയ്യാൻ പഠിച്ചു. ഇനി നമ്മളോട് ആംഗിൾ വരയ്ക്കാനാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് 40 ഡിഗ്രി ഇങ്ങനെ വരയ്ക്കുക? 40 ഡിഗ്രി വര എങ്ങനെ വരയ്ക്കുക? സിമ്പിൾ, വെരി വെരി സിമ്പിൾ. മക്കൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് സ്കെയിൽ വെച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഒരു ലൈൻ വരച്ചു. ഓക്കെ, നമുക്ക് 40 ഡിഗ്രി ഈ അറ്റത്ത് വേണം വരയ്ക്കാം, അല്ലെങ്കിൽ ഈ അറ്റത്ത് വേണം വരയ്ക്കാം. ഞാൻ ലെഫ്റ്റ് നിങ്ങൾ വരയ്ക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ ഒരു ഡോട്ടൊക്കെ ഇടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്താ ചെയ്യണത്? 40 ഡിഗ്രി എനിക്ക് കണ്ണും കൊണ്ട് കണ്ടാൽ മനസ്സിലാവില്ല. പ്രൊട്രാക്ടർ എടുക്കുന്നു, കറക്റ്റ് ജംഗ്ഷനിൽ കൊണ്ടേ വെക്കുന്നു. നേരെ ആയിരിക്കണം. എന്നിട്ട് എന്താണിതാ ഇത് അപ്പം 40 ഏതാ ഉപയോഗിക്കേണ്ടത്? ഇവിടെ ഒരു 40 ഉണ്ട്, ഇവിടെ ഒരു 40 ഉണ്ട്. ഏതാ ഉപയോഗിക്കുക? 0 എവിടെയാണ്? ഉള്ളത്ത് 0 ടച്ച് ചെയ്യുന്ന ആ ലൈൻ നമ്പറുകളാണ്. അപ്പോൾ ബ്ലൂ ആണ് നോക്കേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ബ്ലൂ ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ 40ൻ്റെ അറ്റത്ത് ഇവിടെ ഒരു വര വരയ്ക്കുന്നു. ഈ വരയ്ക്കുന്ന വര ഇങ്ങനെ ഒന്നും വരയ്ക്കരുത് കേട്ടോ. നമ്മൾ ഇങ്ങനെ 40ൻ്റെ വര പോലെ ഇങ്ങനെ വരയ്ക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയൊരു വര മതി. ഓക്കെ, ചെറിയൊരു വര വരയ്ക്കുന്നു, ഇവനെടുത്ത് മാറ്റുന്നു, അങ്ങോട്ടേക്ക് അതിൽ കൂടെ ലൈൻ വരയ്ക്കുന്നു. കഴിഞ്ഞു. 40 ഡിഗ്രി, 40 ഡിഗ്രീസ് കഴിഞ്ഞു. ഇത്രയുള്ള വരയ്ക്കാം, സിമ്പിളാണ്. അപ്പോൾ ഏത് ആംഗിൾ വരയ്ക്കാൻ പറഞ്ഞാൽ സിമ്പിൾ പരിപാടിയാണ്. ഓക്കെ, നമ്മൾ ലൈൻ വരയ്ക്കുന്നു, പ്രൊട്രാക്ടർ വെക്കുന്നു, വരയ്ക്കുന്നു. അതാണ് ടെക്സ്റ്റ് ബുക്കും പറയുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ആംഗിൾ കണ്ടുപിടിക്കുക, മാർക്ക് ചെയ്യുക. സിമ്പിളാണ്. ഞാൻ പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സാമിന് വരും എന്നുള്ള കാര്യം ഓർക്കുക. ഇവിടെ എത്രയാ? 0 തുടങ്ങി 10, 20, 30, 40, 50, 60, 60 ഡിഗ്രീസ്. ഇത് 60 ഡിഗ്രി. ഇതേ സ്ഥാനത്ത് ഇവിടെ വെച്ചാൽ എത്ര കിട്ടുക? നോക്കിയേ, 0 തുടങ്ങി നമ്മളിതാ ഇവിടെ 0 അടുത്താണ്, അല്ല ഇവിടെ നിന്നാണ് ആംഗിൾ തുടങ്ങുന്നത്, ഇങ്ങനെ പോകുന്നത്. അപ്പം 0 തുടങ്ങി 90 കഴിഞ്ഞ് 130, 40ൻ്റെ ഇടയ്ക്ക് നോക്കിയേ, 130, 40ൻ്റെ ഇടയ്ക്ക് നടുക്കത്തെ വരെയാണെങ്കിൽ 5 വരെ. അപ്പം നോക്കിയാൽ 131, 132, 3, 4, 5, 135 ഡിഗ്രീസ്. ഓക്കെ, 135 ഡിഗ്രി. അതേപോലെ ഇതാ ആംഗിൾ ആൻസറും കൊടുത്തരാം. അപ്പോൾ നോട്ട്സിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന് ആൻസറും കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മെഷർ ചെയ്യാം. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരയ്ക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടോ? നോ ബുദ്ധിമുട്ട്, ഈസി. നോക്കി, ഈ ട്രയാങ്കിൾ ഞാൻ വരച്ചൊന്ന് കാണിച്ചു തരാം. നോക്കിയേ, 4 സെൻറ്റിമീറ്റർ വരയ്ക്കാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? പുതിയ പേജ് എടുക്കുക, നിങ്ങളുടെ സ്കെയിൽ അങ്ങ് എടുത്ത മക്കളെ, സ്കെയിൽ എടുത്തു. ഓക്കെ, 4 സെൻറ്റിമീറ്റർ വരയ്ക്കണം. ഓക്കെ, നമുക്ക് ഈ സ്കെയിൽ ഒന്ന് അടുക്കിലേക്ക് വെക്കാം. 4 സെൻറ്റിമീറ്റർ ഞാൻ വരച്ചു. ഓക്കെ, 4 സെൻറ്റിമീറ്റർ. അപ്പം നിങ്ങൾ അതിൻ്റെ താഴെ 4 സെൻറ്റിമീറ്റർ എന്ന് എഴുതി. ഇനി നമുക്ക് ഇവന് ആവശ്യമില്ല. ലെഫ്റ്റ് സൈഡിൽ 50 ഡിഗ്രി, റൈറ്റ് സൈഡിൽ 50 ഡിഗ്രി, രണ്ടിടത്ത് 50 ഡിഗ്രി. അപ്പോൾ പ്രൊട്രാക്ടർ എടുത്ത് ഇവിടെ വെക്കുന്നു. ഓക്കെ, മൊത്തത്തിന് ഒന്ന് താത്തട്ടെ. ഓക്കെ, നമുക്കിവിടെ 50 ഡിഗ്രി. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 0 പോയി 50 ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ ഞാനൊരു വര വരയ്ക്കുന്നു. ടടാ. ഓക്കെ, ഇനി എടുത്തിട്ട് ഇത് നമ്മുടെ സാധനം എടുത്ത് മാറ്റുന്നു. നോക്കിയേ, നീളമുള്ളൊരു ലൈൻ വരച്ചു. നീളം കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, പ്രൊട്രാക്ടർ എടുത്ത് ഇവിടെ വെക്കുന്നു. ഇപ്പുറത്തെ സൈഡിലത്തെ, അപ്പോൾ ഇവിടെ വേണം നമുക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കും. ഇവിടെ 50 ഡിഗ്രി എന്ന് എഴുതുന്നു. ഇനി എന്താ? റൈറ്റ് സൈഡിൽ 50 ഡിഗ്രി, ഇവിടെ 50 ഡിഗ്രി. ഓക്കെ, ഇവിടെ 50 ഡിഗ്രി. ആ ജംഗ്ഷനിൽ കറക്റ്റ് വെക്കണേ. ഇങ്ങനെയൊന്നും വെക്കരുത് കേട്ടോ. ആ ഗ്ലാസിൻ്റെ അറ്റൊന്നും വെക്കരുത്. നമ്മുടെ പ്ലാസ്റ്റിക് വിചാരിച്ചിട്ട് ഇങ്ങനെ വെക്കണം ജംഗ്ഷനിൽ. ഓക്കെ, ഇവിടെ 50 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ഇവിടെ 0 തുടങ്ങി. 0, 10, 20 ഇതാണ് നോക്കേണ്ടത്. ബ്ലാക്ക് ആണ് നോക്കേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ നിന്നാണ് ആംഗിൾ തുടങ്ങി, ഇങ്ങനെയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടേക്ക് വരയ്ക്കുന്നു. ഇതാ സ്കെയിൽ വെച്ചിട്ട് അത് ക്രോസ് ചെയ്തോ, അങ്ങോട്ട് കുഴപ്പമൊന്നുമില്ല. ക്രോസ് ചെയ്തോ, ഇതാ 50 ഡിഗ്രി ക്രോസ് ചെയ്തു. ഓക്കെ, ഇവിടെ 50 ഡിഗ്രീസ്, ഇവിടെയും 50 ഡിഗ്രീസ് കഴിഞ്ഞു. ആ എക്സ്ട്രാ ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളങ്ങ് പെൻസിൽ വെച്ചിട്ട് മായ്ക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഇതാ നിങ്ങൾ മായ്ച്ചാൽ മതി. ഇത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ ടീച്ചർ കണ്ടാൽ മനസ്സിലായി നിങ്ങൾ മായ്ച്ചതാണോ. മായ്ച്ചാലും മായ്ച്ചില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. നിങ്ങളുടെ സ്കൂളിൽ എങ്ങനെ പഠിപ്പിച്ച് അങ്ങ് ചെയ്യാം. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. മായ്ച്ചു. ഞാൻ വൈറ്റ് ഒക്കെ അടിച്ചു. ഓക്കെ, 4 സെൻറ്റിമീറ്റർ, 50, 50. ഇത് പ്രാക്ടീസ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഒന്നും വിടണ്ട, പ്രാക്ടീസ് ചെയ്യാൻ മറക്കണ്ട. ഇനി നമ്മുടെ രണ്ടാം ഭാഗത്തേക്ക് എത്തി ചാപ്റ്ററിൻ്റെ സിമ്പിൾ സംഭവങ്ങളൊന്നും വരയ്ക്കാനും ഒരു വൃത്തത്തിന് സർക്കിളിനെ പറ്റിയിട്ടൊക്കെ പറയുന്നത്. പ്രൊട്രാക്ടർ ഒരു സെമി സർക്കിൾ ആണെന്ന് പറയുന്നത്. സെമി സർക്കിൾ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ പകുതി. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു സർക്കിൾ എന്ന് പറയുമ്പോൾ എന്താ ഇങ്ങനെയല്ല, ഇതല്ലേ സർക്കിൾ? അയ്യോ, വെള്ള കളറായിപ്പോയി. ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇത്രയുണ്ട് അല്ലേ, ഇങ്ങനെയാണ് സർക്കിൾ. നമ്മുടെ ഒരു പ്രൊട്രാക്ടർ ഞാൻ എടുത്തതാ. പ്രൊട്രാക്ടർ എടുത്തതെന്ന് വെച്ചാൽ
ഇതാ ഒരു പ്രൊട്രാക്ടർ. ഓക്കെ, ഇതിൻ്റെ പകുതിയല്ലേ വരുന്നതെന്ന് ചോദിക്കുന്നത്. ശരിയാണ്, പകുതിയാണ് വരുന്നത്. ഓക്കെ, പകുതി സർക്കിളല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു സർക്കിളിൽ എത്ര ആംഗിൾ ഉണ്ട്? അവിടെ ഒരു പ്രൊട്രാക്ടറിൽ എത്ര ഉണ്ട്? 0 തുടങ്ങിയാൽ 180. ഇവിടെ തുടങ്ങിയാൽ അങ്ങോട്ട് തുടങ്ങിയാലും ഇതൊരു 180 ഡിഗ്രി ഇവിടെ വരുന്നുണ്ട്. സർക്കിളിൻ്റെ പകുതി 180 ആണെങ്കിൽ ഒരു പകുതിയും കൂടി ആര് ഫില്ല് ചെയ്യും? ഒരു പ്രൊട്രാക്ടറും കൂടി. അപ്പോൾ എത്ര സർക്കിളിൽ എത്ര ആംഗിൾ ഉണ്ട്? ഇതാ ഇവനെ തിരിച്ചു തരാം. ഇതാ ഇപ്പോൾ ഒരു ഫുൾ സർക്കിളായോ? ഇപ്പോൾ ഒരു ഫുൾ സർക്കിൾ ഏകദേശം ആയില്ലേ? ഓക്കെ, ഫുൾ സർക്കിളായി അല്ലേ? അപ്പോൾ എത്രയാ? ഇവിടെ ഒരു താഴെ ഒരു 180 ഡിഗ്രി, മേലെ നിന്നു. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ എത്രയാ? 360 ഡിഗ്രിയാണ് ഒരു സർക്കിളിൽ വരും. ഒരു വട്ടം ചുറ്റാന്ന് പറയുമ്പോൾ എത്രയാ? 360. വീണ്ടും നമ്മുടെ നമ്പറുകളിൽ 10, 100, 1000 ഒക്കെ നല്ലത്. പക്ഷേ ആംഗിളിൽ 360. അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഈ ആംഗിളിന് എത്രയാണ് പറയുക? കാണിച്ചു തരാം. ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ എത്ര? ഈ ആംഗിൾ ഇത് എത്ര ആംഗിൾ? 180 ഡിഗ്രി. നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ച് നോക്കുക. എന്നെ വിശ്വാസമില്ലെങ്കിൽ പ്രൊട്രാക്ടർ വെച്ച് നോക്കുക. ഇതൊക്കെ ഇതാണ് ഇതിലെ നല്ല ആംഗിൾസ് എന്ന് പറയുന്നത്. കണ്ടോ? അപ്പോൾ നോക്കിയേ, 0 തുടങ്ങി 180. അവർ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുമ്പോൾ 180 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോകുന്ന ആംഗിൾ നമ്മൾ എന്താ വിളിക്കുക? അതിന് 90 ഡിഗ്രി. ഓക്കെ, ഇനി ഒരു സർക്കിൾ എന്ന് പറയുമ്പോൾ എത്രയാ? വീണ്ടും എല്ലാം ഈ 90, 180 അതിന് മൾട്ടിപ്പിൾസ് ആയിട്ട് വരും കേട്ടോ. ഇത് മൊത്തം നോക്കുകയാണെങ്കിൽ എത്രയാ? 360 ഡിഗ്രി. മൊത്തം ഒരു വട്ടം എന്ന് പറയുമ്പോൾ 360 ഡിഗ്രി. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നല്ല ആംഗിൾസ്. ഈ 100, 1000 എന്നൊക്കെ പറയുന്ന പോലെ സർക്കിളിൽ. ഓക്കെ, ഇനി ഈ 360 ഇതൊക്കെ തിയറിയാണ് ഞാൻ പറഞ്ഞത്. 0 തുടങ്ങി 180 ചുറ്റി 360 ഇതൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവർ ചോദിക്കുന്നത് വാട്ട് ഇഫ് വി ഡ്രോ സർക്കിൾ വിത്ത് 10 ഡിഗ്രീസ് അപ്പാർട്ട്. ഇവിടെ ഒരു സർക്കിളിൽ എല്ലാ 10 ഡിഗ്രിയും ഇടവിട്ട് ഇങ്ങനെ വരച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് അവർ കാണിക്കുന്നത്. അതേപോലെ 60 ഡിഗ്രി വിട്ട് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഫസ്റ്റ് ഇയർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ സർക്കിൾ വരച്ചു. സർക്കിൾ വരയ്ക്കാൻ സിമ്പിളാണ്. സർക്കിൾ നിങ്ങൾ വരച്ചു, കോമ്പസ് വെച്ച് വരയ്ക്കാം. ഈ സെൻറ്ററും കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ ആദ്യം ഇങ്ങോട്ടൊരു വര വരയ്ക്കുക. ഒരു സർക്കിൾ, ഇത് റേഡിയസ് ആണെന്നറിയാലോ. ഇത് റേഡിയസ് ആരം വരച്ചു. അപ്പം ഞാനിത് വരച്ചു. ഇനി എന്താ വേണ്ടത്? 60 ഡിഗ്രി വിട്ട് വരയ്ക്കണം. അപ്പോൾ ഞാൻ പ്രൊട്രാക്ടർ എടുക്കുന്നു. നോക്കിയാൽ പ്രൊട്രാക്ടർ എടുക്കുന്നു. ഓക്കെ, കുഞ്ഞ് പ്രൊട്രാക്ടർ മതി. ജംഗ്ഷനിൽ വെക്കുന്നു. 60 ഡിഗ്രി വിട്ട് മതി. ഓക്കെ, ഇവിടെ 60 ഡിഗ്രി. നോക്കിയേ, ഇവിടെ സർക്കിളിലെ സെൻറ്റർ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരിക. ഓക്കെ, ഇവിടെയാണ് സർക്കിളിലെ സെൻറ്റർ വരിക കേട്ടോ. ഇതാണ് സർക്കിളിലെ സെൻറ്റർ. ഓക്കെ, ഇനി 60 ഡിഗ്രി വിട്ട്. അപ്പം 60 ഡിഗ്രി വിട്ട് വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നോക്കിയാൽ 0 തുടങ്ങി 60 ഇവിടെ ഒരു മാർക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് ഒരു വര വരയ്ക്കട്ടെ. സർക്കിളിന് ആദ്യം ഇങ്ങോട്ടേക്ക് ഒരു വര. നമ്മുടെ ഇയാളെടുക്കുന്നു, ഒന്ന് താത്തട്ടെ. ഓക്കെ, ഇതാണ് സെൻറ്റർ. ഓക്കെ, ഇനി ഞാൻ ഇവിടേക്കൊരു വര. ഇതാണ് 60 ഡിഗ്രി കേട്ടോ. 60 ഡിഗ്രി വരയ്ക്കുന്നത്. സർക്കിളിൻ്റെ പുറത്തേക്ക് വരച്ചാലും കുഴപ്പമില്ല, കറക്റ്റ് അവിടെ എത്തിയാലും കുഴപ്പമില്ല. ഓക്കെ, അവിടെ കറക്റ്റ് എത്തി 60 ഡിഗ്രി നമ്മൾ എഴുതുന്നു. ഓക്കെ, ഇത് 60 ഡിഗ്രി. ഓക്കെ, 60 ഡിഗ്രി വിട്ട് അങ്ങ് വരച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഇനി എന്താ അടുത്ത ചെയ്യുക? ഈ പ്രൊട്രാക്ടർ എടുക്കുക, ആ ജംഗ്ഷനിൽ തന്നെ വെക്കുക. നമ്മൾ തിരിക്കണം. ഇതാണ്ടോ. ഇനി ഇവിടുന്ന് ഇത് ആ നിലത്തെ ലൈൻ 0 ഡിഗ്രി എന്നുള്ള ലൈൻ ഇതായിട്ട് മാച്ചാണ്. നമ്മൾ അവിടെ നിന്ന് ഇനി വരയ്ക്കാൻ വന്നു കേട്ടോ. കേട്ടോ, ഇപ്പം നോക്കിയേ, ജംഗ്ഷനിൽ ഇവൻ കിട്ടി, ക്രോസ് കിട്ടി. എന്നിട്ട് 0 ഡിഗ്രിയിലെ ഇത് കിട്ടി. ഇനി അടുത്ത 60 വരയ്ക്കണം. എന്താ 60 എന്ന് പറയുമ്പോൾ ഈ വര. നോക്കിയേ, ഇവിടെ ഇങ്ങനെ പോയി ഈ വരയല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവനെ മാറ്റുന്നു, ഇങ്ങോട്ടേക്ക് ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, അടുത്ത 60 കിട്ടി, 60 ഡിഗ്രി. അതേപോലെ ഇനി ഒരെണ്ണം കൂടി ചെയ്യണം, കുറേ ചെയ്യണം. ഓക്കെ, 60 ഡിഗ്രി എന്നുള്ളത് ഇനി ഒരു 4 പ്രാവശ്യം കൂടി ചെയ്യണ്ടാവും. ഇവൻ്റോട് നേരെ ഇങ്ങനെ ബേസ് വെച്ചു. 0 ഡിഗ്രി അത് മാച്ച് ചെയ്തു. മാച്ച്. ഇവിടുന്ന് 0 ഇങ്ങനെ നോക്കി 0 60ലേക്ക് വീണ്ടും. ഓക്കെ, നമ്മൾ ഉള്ളത്തെ ആംഗിളാണ് നോക്കുന്നത്. ഓക്കെ, ഇവനെ മാറ്റി ഇങ്ങോട്ടേക്ക് ഒരു വര വരച്ചു. ഓക്കെ, അടുത്ത 60 കിട്ടി. അപ്പോൾ ഇത് ഷോർട്ട് ക്ലാസ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇനി ഞാനിങ്ങനെ വെക്കുമ്പോൾ ഏകദേശം ഇങ്ങനെ വരും ഒരു വര. അടുത്ത 60 ഡിഗ്രി. ഓക്കെ, അടുത്ത 60 ഡിഗ്രി ഇങ്ങനെ വരും. നിങ്ങൾ ഓരോരോ പ്രൊട്രാക്ടർ വെച്ച്
60 ഡിഗ്രി 60 ഡിഗ്രി 60 ഡിഗ്രി ഇടവിട്ട് വരുമ്പോൾ നോക്കിയാൽ 1 2 3 4 5 6 ജംഗ്ഷൻ കിട്ടും, 6 സ്ഥലത്ത് ഇങ്ങനെ കിട്ടും. അതിൻ്റെ ഒരു കണക്ക് എങ്ങനെയാണ് സാറേ കണ്ടുപിടിക്കുക? സി 60 ഡിഗ്രി 60 ഡിഗ്രി ഇടവിട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ സർക്കിൾ മൊത്തം എത്രയാണ്? സർക്കിൾ മൊത്തം 360 ഡിഗ്രീസ് ഉണ്ട്. നമ്മളത് 60 ഭാഗങ്ങളായിട്ട് മുറിക്കാം. ഓരോ 360 ഡിവൈഡഡ് ബൈ 60 ഡിഗ്രീസ്. അപ്പം കണക്ക് ശരിയാവുന്നുണ്ടോ നോക്കിയേ, നിങ്ങൾ നോക്കിയേ. ഫസ്റ്റ് തന്നെ 360 ബൈ 60 അറിയോ കണക്ക് ചെയ്യാൻ? ഓക്കെ, ഫസ്റ്റ് തന്നെ രണ്ടാൾക്കും 0 ഉള്ളതുകൊണ്ട്, അപ്പം രണ്ടാൾക്ക് 0 ഉള്ളതുകൊണ്ട് ഓക്കെ, ഈ ഡിവിഷൻ അറിയില്ലെങ്കിൽ ഇതിൻ്റെ ബേസിക് ക്ലാസ് നമ്മുടെ ബാച്ചിലുണ്ട്, കാണാൻ മറക്കണ്ട. 60 ഓക്കെ, 360 ബൈ 60 ഡിഗ്രി വേണ്ട. രണ്ടാൾക്കും അറ്റത്ത് 0 ഉണ്ടെങ്കിൽ ആ 0 ഓരോന്ന് മേലെ നിന്ന് വെട്ടാം. ഇനി പൂജ്യങ്ങളില്ല, അപ്പം അത്ര. ഇനി 36 ബാക്കി എന്താ? 36 ഡിവൈഡഡ് ബൈ 6 അത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമല്ലോ. 36 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുമ്പോൾ 6 പ്രാവശ്യം ബൈ 36 ഇത് കിട്ടി. അപ്പോൾ ആൻസർ എത്രയാണ്? 6 കിട്ടി. അപ്പോൾ നോക്കിയാൽ 6 ഭാഗങ്ങൾ 1 2 3 4 5 6 അല്ലെങ്കിൽ 6 ജംഗ്ഷൻസ് 6 സ്ഥലത്തേക്ക് വര കിട്ടി. ഓക്കെ, അപ്പോൾ 360 60 വെച്ച് ഇങ്ങനെ വരച്ചാൽ 6 ഭാഗം കിട്ടി. ഓക്കെ, അതാണ് ഇവിടെയും കിട്ടിയിരുന്നത്. ഓക്കെ, 6 റേഡിയസ് 6 ഈക്വൽ പാർട്സ് കിട്ടിയെന്നാണ് പറയുന്നത്. ഓക്കെ, ഇവരും 360 ഡിവൈഡഡ് ബൈ 60 ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് അവർ അറ്റങ്ങൾ ജോയിൻ ചെയ്ത് ഇങ്ങനത്തെ ഒരു ഷേപ്പ് കിട്ടും, 6 സൈഡുള്ള ഷേപ്പ് കിട്ടും. നോക്കിയാൽ അവരെന്താ ചെയ്യുന്നത്? ഇവരെ ജോയിൻ ചെയ്തു. ഓക്കെ, ഇവരെ ജോയിൻ ചെയ്തു, ഇവരെ ജോയിൻ ചെയ്തു ആൻഡ് ഇവരെ ജോയിൻ ചെയ്തു, ഇവരെ ജോയിൻ ചെയ്തു ആൻഡ് ഇവരെയും ജോയിൻ ചെയ്തു. അപ്പോൾ നമ്മളോട് ഇങ്ങനത്തെ ഷേപ്പൊക്കെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ 6 സൈഡ് വരുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? നമുക്ക് 60 ഡിഗ്രി ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ തിരിച്ചു വയ്ക്കും. ഈ ഷേപ്പ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ വരും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ. 6 സൈഡുള്ള ഒരു കൃത്യമുള്ള ഷേപ്പ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടത്. ഒരു സർക്കിളായിരുന്നു പണ്ട് ഇതിനുള്ളിൽ ഉണ്ടാവേണ്ടത്. അതിലേക്ക് നമ്മളിങ്ങനെ 6 എണ്ണമായിട്ട് കറക്റ്റ് മുറിക്കണം അല്ലേ? പക്ഷേ നമുക്ക് വരയ്ക്കാൻ ബുദ്ധിമുട്ട് എന്താ? ഈ ആംഗിൾ എത്രയാണെന്ന് അറിയില്ല. പക്ഷെ നമുക്കറിയാം ഒരു സർക്കിളിൽ 360 ഡിഗ്രി മൊത്തം ഉണ്ട്. നമുക്ക് എത്ര ഭാഗങ്ങളായിട്ട് മുറിക്കണം? നമുക്ക് 6 ഭാഗമായിട്ട് മുറിക്കാം. അപ്പോൾ 6 വെച്ചിട്ട് ഹരിക്കാം. അവിടെ നേരത്തെ അവർ പറഞ്ഞു 60 ഡിഗ്രി വെച്ച് മുറിക്കാൻ. അപ്പോൾ നമുക്ക് 6 ഭാഗം കിട്ടി. ഈ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? 6 ഭാഗം വെച്ച് മുറിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മളിത് ചെയ്യുമ്പോൾ 60 ഡിഗ്രിന്ന് കിട്ടും. അപ്പോൾ ഇത് 6 ഭാഗങ്ങൾ നമ്മൾ 360 6 ഭാഗങ്ങളായിട്ട് മുറിക്കുമ്പോൾ 60 ഡിഗ്രി ഓരോ ഭാഗം നിന്ന് കിട്ടും. നമ്മൾ നേരത്തെ ചെയ്ത് തിരിച്ചിട്ടാണ് 360 ഡിഗ്രീനെ 60ൻ്റെ ഭാഗങ്ങളാക്കുമ്പോൾ 6 ഭാഗം കിട്ടിയെന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും വർക്കാവും. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശീലമാവും. ഇപ്പോൾ നോക്കിയാൽ ഇവർ പറയുകയാണ് 5 സൈഡുള്ള ഷേപ്പ് വരയ്ക്കണമെങ്കിൽ ക്വസ്റ്റ്യൻ മാറി. ഇപ്പം അവർ എത്ര ഡിഗ്രി എന്നല്ല തന്നെ അവർ പറയുകയാണ് 5 സൈഡുള്ള ഷേപ്പ് വരയ്ക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നോക്കിയേ 5 സൈഡ് എന്ന് പറയുമ്പോൾ ഏകദേശം നോക്കി ഇങ്ങനെ 1 2 3 നോക്കി ഇങ്ങനെ ഉണ്ടാവും. 1 2 3 4 5 4 1 2 3 4 5 ഇങ്ങനെ ഉണ്ടാവും ഷേപ്പ്. പക്ഷേ നമുക്ക് ഈ നോക്കിയാൽ എങ്ങനെ വയ്ക്കുക? ഒരു സർക്കിളിലായിരിക്കണം എന്ന് നമുക്കറിയാം. ഓരോ ആംഗിൾ എത്രയാ? ആ ആംഗിൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം 360 സർക്കിൾ മൊത്തം ഡിവൈഡഡ് ബൈ 5. 360 5 വെച്ച് ഹരിച്ചേ 360. അപ്പോൾ 7 ടൈംസ് പോയി 35 കുറഞ്ഞു 1 താഴെ വന്ന് 0 ഇവിടുന്ന് കൊണ്ടുവന്നു 1. അപ്പോൾ 72 ഡിഗ്രിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങളൊരു സർക്കിൾ എടുക്കുക, പരിപാടി തുടങ്ങിക്കുക, സർക്കിൾ എടുക്കുക, ലൈൻ വരയ്ക്കുക. 72 ഡിഗ്രി ഈ പ്രാവശ്യം 60 72 ഡിഗ്രി നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ച് ചെയ്യുന്നു. അടുത്ത 72 ഡിഗ്രി ചെയ്യുന്നു. ഓക്കെ, അടുത്ത 72 ഡിഗ്രി ചെയ്യുന്നു. അടുത്ത 72 ഡിഗ്രി ചെയ്യുന്നു. ഓക്കെ, അടുത്ത 72 ഡിഗ്രി ചെയ്യുന്നു. അപ്പോൾ എത്രയാ? നിങ്ങൾ ചെയ്ത് വരുമ്പോൾ 5 ഡോട്ടുകളുണ്ടാവും, 5 ഇതുണ്ടാവും. ഓക്കെ, 5 എണ്ണത്തിലേക്ക് ലൈൻ അങ്ങോട്ട് വരച്ചതാ. ലൈൻ ഇതൊരു 5 സൈഡുള്ള ഷേപ്പ് കിട്ടി. നേരത്തെ 6 ആയിരുന്നു, അപ്പോൾ നമ്മൾ 60 ഡിഗ്രി. ഇവിടെ 5 ആണ് 72 ഡിഗ്രി എടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ച ഫോട്ടോ. ഓക്കെ, ഇനി ആകെ കുറച്ച് ഭാഗം കൂടി ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വരയ്ക്കാൻ പഠിച്ചു. ഓക്കെ, നിങ്ങൾ ഇങ്ങനത്തെ ഷേപ്പ് വരയ്ക്കാൻ പഠിച്ചു. ആംഗിൾ വരയ്ക്കാൻ പഠിച്ചു. ഓക്കെ, ആംഗിൾ മെഷർ ചെയ്യാൻ പഠിച്ചു. സർക്കിളിൻ്റെ കാര്യങ്ങളും പഠിച്ചു. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണ്ടത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഫ്രാക്ഷൻ വെച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഫ്രാക്ഷൻസ് ഒക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം, എന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇൻ ഈച്ച് ഓഫ് ദ പിക്ചേഴ്സ് കാൽക്കുലേറ്റ് വാട്ട് ഫ്രാക്ഷൻസ് ഓഫ് ദ സർക്കിൾ ആർ യെല്ലോ ആൻഡ് ഗ്രീൻ ഭാഗം. ഇത് നിങ്ങൾ മനസ്സിലാക്കണം, യെല്ലോ ഭാഗം എത്ര ഉണ്ട് സർക്കിളിൽ? നിങ്ങൾക്കറിയാം മൊത്തം സർക്കിൾ 360 ഭാഗം. അപ്പോൾ നമ്മൾ എന്താണ് യെല്ലോ കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യെല്ലോൻ്റെ ഡിഗ്രി, യെല്ലോ ഫ്രാക്ഷൻ, യെല്ലോ പാർട്ട് എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ യെല്ലോൻ്റെ ബൈ ടോട്ടൽ ചെയ്യാം. ഫ്രാക്ഷൻ അറിയാലോ, ഡിവിഷൻ ചെയ്യണം. ഓക്കെ, ഇത് ഡിവിഷൻ ആണെന്ന് അറിയാലോ. യെല്ലോ എത്രയാ?
20 ഡിഗ്രി ഉണ്ട്. മൊത്തം എത്രയാണെന്ന് നോക്കണ്ടേ, പിന്നെ ഡിവൈഡഡ് ബൈ പച്ചയല്ല, ഡിവൈഡഡ് ബൈ 360. ഓക്കെ, 20 ഡിവൈഡ് ബൈ 360. അതിൽ അറ്റങ്ങളുള്ള പൂജ്യങ്ങൾ കട്ടി, 0 0 കട്ടായി. 2/36. രണ്ട് നമ്പറും ഈവൺ നമ്പറാണ്. അപ്പോൾ എനിക്ക് 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. രണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/18 കിട്ടും. 1/18 കിട്ടി. ഇതാണ് ഗ്രീൻ ഭാഗത്തിന് എത്രയാ, ഗ്രീൻ്റെ നമ്മുടെ ഫ്രാക്ഷൻ എത്രയാ, അത് അങ്ങനെ തന്നെ ഭിന്നസംഖ്യയായിട്ട് വെച്ചാൽ മതി കേട്ടോ. ഗ്രീൻ പാർട്ട് എന്ന് പറയുമ്പോൾ ഗ്രീനിൻ്റെ ആംഗിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ. മക്കളെ പച്ച എത്ര ഡിഗ്രി ഉണ്ട്, 360 ഡിഗ്രി ഫുൾ സർക്കിൾ ഉണ്ട്. അതിൽ 20 ഡിഗ്രി ഇവൻ കൊണ്ട്, അപ്പം ബാക്കി എത്ര വരിക, ബാക്കി 360 20 കുറയ്ക്കണം. 360 20 കുറയ്ക്കുമ്പോൾ 340 ഡിഗ്രി വരും. ഓക്കെ, 60 20 കുറഞ്ഞ് 340. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര വരിക, 340 ഡിഗ്രി ബൈ 360 ഡിഗ്രി കേട്ടോ ടോട്ടൽ. ഓക്കെ, വീണ്ടും അറ്റങ്ങളിലുള്ള 0 0 കട്ട്. നമുക്ക് 34നെയും നമുക്ക് ഇതിനെ രണ്ടാളെയും 2 വെച്ച് ഡിവൈഡ് ചെയ്താലോ, രണ്ടും ഈവൺ നമ്പേഴ്സ്. അപ്പോൾ എത്രയാ, 17/18. അത് രണ്ടും ഇനി ഡിവൈഡ് ചെയ്യാനില്ല, അത്രേ ഉള്ളൂ. 17/18. ഇത് 1/18, ഇത് 17/18. ഓക്കെ, ഇതേപോലെ ഇതാ ഗ്രീൻ്റെയും യെല്ലോൻ്റെയും ഉണ്ട്. ഇതേപോലെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, റെഡി. ഇനി ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കും. ഇവിടെ നോക്കിയേ, മാർക്ക് ഈച്ച് ഓഫ് ദ ഫ്രാക്ഷൻസ് ബിലോ ആസ് പാർട്ട് ഓഫ് ദ സർക്കിൾ. നോക്കിയേ, 3/8. ഓക്കെ, നമ്മളിപ്പം ഫ്രാക്ഷൻ സർക്കിൾ കണ്ടിട്ട് നമ്മൾ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചു. ഇനി ചോദിക്കുന്നത് ഫ്രാക്ഷൻ തരും. 3/8 നമ്മൾ മാർക്ക് ചെയ്യണം. 8 ഭാഗമായിട്ട് മുറിക്കുക, എന്നിട്ട് അതിൽ 3 മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുക, വളരെ സിമ്പിളാണ്. ഇപ്പം എന്താ ചെയ്യേണ്ടത്, നമ്മൾ വളരെ സിമ്പിൾ. നോക്കിയാൽ 3/8 എന്നുള്ള നമ്പർ കണ്ടു. ഓക്കെ, നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, 3/8 ഇൻറ്റു 360 ആണ് വേണ്ടത്. നമ്മൾ 360 എത്ര ഭാഗം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, 3/8 ഇൻറ്റു 360. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഏറ്റവും സിമ്പിൾ എന്താ അറിയാം, ഈ 360 ഡിവൈഡഡ് ബൈ. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുക, ഞാൻ ഈ 8 ഇങ്ങോട്ടേക്ക് ഡിവൈഡ്, 3 അവിടെ വെക്കുന്നു. 360 ഞാൻ 8 ഭാഗമാക്കുന്നു, ഡിവൈഡഡ് ബൈ 8. 360 ഞാൻ 8 ഭാഗമായിട്ട് ഡിവൈഡ്. അത് ചെയ്തേ 360 8 3/8 എന്ന് പറഞ്ഞാൽ 8 ഭാഗങ്ങളായിട്ട് മുറിക്കുക സർക്കിളിനെ. അതിൽ 3 ഭാഗം കളർ ചെയ്യുക. 360 ഞാൻ 8 ഭാഗമായിട്ട് മുറിച്ച് എത്ര കിട്ടുക, 8 ഡിവൈഡ് ചെയ്യുമ്പോൾ 4/32. 40 5 വന്നു, അപ്പോൾ 50. ഓക്കെ, അപ്പോൾ 45 ഡിഗ്രിയാണ് അത് വരിക. അപ്പോൾ ഇതെത്രയാണ്, 45. അപ്പോൾ 3 ഇൻറ്റു 45 ഡിഗ്രിയാണ് വരിക. ഓക്കെ, അപ്പം എന്താ എനിക്ക് വേണ്ടത്, 45 ഡിഗ്രീൻ്റെ കുറേ ഭാഗങ്ങളുണ്ട്, 8 ഭാഗങ്ങളുണ്ടോ, അതെല്ലാം 3 കളർ ചെയ്യാം. അപ്പോൾ 3 ഇൻറ്റു 45 എത്രയാണ്, 45 ഇൻറ്റു 3 കൂടി ചെയ്ത് അപ്പോൾ കറക്റ്റ് ആ ഭാഗം മാർക്ക് ചെയ്താൽ 45 ഇൻറ്റു 3 എത്രയാണ്, 45 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 15, 1 ക്യാരി, 4 ഇൻറ്റു 5 12 + 1 135. 135 ഡിഗ്രി മാർക്ക് ചെയ്യുക. ആൻസർ കിട്ടി. വേറെ ഒന്നും ചെയ്യണ്ട. നിങ്ങളൊരു സർക്കിൾ അങ്ങ് എടുക്കുക, ഒരു സർക്കിൾ എടുക്കുക. ഓക്കെ, ഒരു സെൻറ്റർ വരയ്ക്കുക, ഇത് വരയ്ക്കുക. 135 ഡിഗ്രി എടുക്കുക. പ്രൊട്രാക്ടർ എടുക്കുക, ഇവിടെ വെക്കുക. 135 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ തുടങ്ങി ഞാൻ പെട്ടെന്ന് വരയ്ക്കാം കേട്ടോ. ഇതാണ് 135 ഡിഗ്രി. ഇവിടെ വരച്ചു, ഇവനെ മാറ്റി. ഇത്രയുള്ളൂ. ഇതാണ് 135 ഡിഗ്രി. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇവനെ കളർ ചെയ്യുക. നിങ്ങൾ ചെറുതായിട്ട് ഷെയ്ഡ് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ, ഇത് എത്ര ഭാഗം, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയാം 3/8 ഭാഗം. 3/8 ഭാഗം, ഇത്രേ ഉള്ളൂ. അപ്പം തന്ന നമ്പർ ആ ഫ്രാക്ഷൻ ഇൻറ്റു 360 ചെയ്യുക. തന്ന നമ്പർ ഇൻറ്റു 360 ചെയ്യുക. അതോടെ ഇതും വരയ്ക്കാനുള്ള കിട്ടി. ഓക്കെ, ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി ലാസ്റ്റ് ഭാഗം ഞാൻ പറഞ്ഞില്ലേ 30 മിനിറ്റ് ചാപ്റ്റർ എന്താ, 1 മിനിറ്റും കൂടി മതി. ഈ ഫോട്ടോ എങ്ങനെ വരയ്ക്കും, സി നമ്മൾ ആലോചിക്കണം. ഫസ്റ്റ് തന്നെ നമ്മൾ ഇതൊരു സർക്കിൾ ഉണ്ടെന്ന് ആലോചിക്കുക. സി ഒരു സർക്കിൾ ഉണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, സർക്കിൾ ഉണ്ട്. സർക്കിൾ നമ്മൾ പിന്നെ മായ്ച്ച് കളയുക ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവന് ഈ സർക്കിളിൽ നിന്ന് എടുത്തിട്ട് നോക്കിയാൽ ഇവിടെ വെച്ചു. ഓക്കെ, ഇനി മനസ്സിലാക്കണം, ഇങ്ങനെ മനസ്സിലാക്കുക. 1 2 3 4 5 ഭാഗങ്ങളായിട്ട് മുറിച്ചു. അപ്പോൾ സർക്കിളിൽ 5 ഭാഗമായിട്ട് മുറിക്കുമ്പോൾ 360 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. എനിക്കറിയാം 72 ഡിഗ്രി നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ഇവിടെ സർക്കിളിലെ സെൻറ്റർ ഉണ്ട്. ഓക്കെ, നോക്കിയേ, ഈ ജംഗ്ഷനിൽ ഈ ജംഗ്ഷനിലേക്ക് ഓരോ ഇതിലേക്ക് 72 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സർക്കിൾ വരയ്ക്കുന്നു, 72 ഡിഗ്രി ഇങ്ങനെ കടന്ന് വരയ്ക്കുന്നു. ഒരു പ്രാവശ്യം മനസ്സിലാക്കിയാൽ കഴിഞ്ഞു കേട്ടോ. ഇനി എന്താണ്, വളരെ സിമ്പിളാണ്. ഓക്കെ, ഇത് കിട്ടി. ഇത് നോക്കിയേ, അപ്പോൾ ഈ പോയിന്റുകൾ നമുക്ക് കിട്ടി. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ പച്ച ഷേപ്പ് വരയ്ക്കാൻ ഒരു പണിയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യം ഞാൻ ഇപ്പോൾ വരച്ച കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അടുത്ത പേജിൽ ഞാൻ ഇവരൊക്കെ ഒന്ന് കോപ്പി ചെയ്യാം. നോക്കിക്കോട്ടോ, നമ്മളിപ്പോൾ എന്താ വരച്ചത്, നമ്മൾ ഇത്രയും വരയ്ക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നോക്കിയാൽ അവിടെ സർക്കിൾ വരയ്ക്കുന്നു. നമ്മൾ 5 ഭാഗമൊക്കെ 72 ഡിഗ്രി. ഓക്കെ, ഇനി ആ പച്ച ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു,
ഈ അറ്റങ്ങൾ ജോയിൻ ചെയ്തു. പച്ച കളർ ഇട്ടിക്കൊടുത്താൽ പച്ച ഇത് ജോയിൻ ചെയ്തു, ജോയിൻ ചെയ്തു, ജോയിൻ ചെയ്തു, ഈ അറ്റങ്ങൾ ജോയിൻ ചെയ്തു. എന്നിട്ട് നിങ്ങൾ ആ പച്ച കിട്ടി. ഓക്കെ, ഇത് കിട്ടിയല്ലോ. ഇനി എന്താ, അപ്പം നിങ്ങൾ ഇത് മായ്ച്ചു കളഞ്ഞാൽ മതി. പിന്നെ ഇത് നോക്കിയേ, ഇവനെങ്ങനെ കിട്ടും നോക്കിയേ, ഈ രണ്ടിലേ ഇത് നോക്കിയേ. നമുക്ക് ഈ മഞ്ഞകൾ കിട്ടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? എടാ ഈ ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യും. അപ്പോൾ മഞ്ഞ ആയതുകൊണ്ട് ഞാൻ മഞ്ഞ വെച്ച് വരച്ച് നിങ്ങൾക്ക് കാണുമല്ലോ. അപ്പോൾ ഞാൻ ഓറഞ്ച് വെച്ച് കാണിച്ചതാ. ഇവരെ ജോയിൻ ചെയ്തു, വേറൊരു പണിയും ചെയ്യണ്ട. ഓക്കെ, ഇവനെ ജോയിൻ ചെയ്തു, ഇവനെ ജോയിൻ ചെയ്തു, ഇവനെ ജോയിൻ ചെയ്തു, ഇവനെ ജോയിൻ ചെയ്തു, കഴിഞ്ഞു. നമ്മൾ ഷേപ്പ് വരച്ച് കഴിഞ്ഞു. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സംശയം ഉണ്ട് എന്ത് ചെയ്യാതാ, ഇത് ഞാൻ നിങ്ങൾക്ക് ഷേപ്പ് നിങ്ങളെന്താ വെച്ചാൽ എനിക്ക് കാണിച്ചാൽ ഞാൻ ഇതിനടുത്ത് മാറ്റി വെച്ചു. ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ മായ്ക്കതാ, ഇത് മായ്ച്ചു കഴിഞ്ഞു. നമ്മുടെ ഷേപ്പായില്ലേ, ടെക്സ്റ്റ് ബുക്ക് കാണിച്ച ഷേപ്പായില്ലേ. അപ്പം അത് നിങ്ങൾ ലൈറ്റായിട്ട് വരയ്ക്കാം, മായ്ച്ചാളയാം. ഓക്കെ, എന്നിട്ട് കളർ ചെയ്യാം. ഇതാ നടുക്കിൽ നിങ്ങളൊരു ഡാർക്ക്, ഇതാ ഇവിടെ ഒരു ഡാർക്ക് കളർ കൊടുക്കുക. ഓക്കെ, നിങ്ങൾ പച്ച കളർ എവിടേക്ക് കൊടുക്കേണ്ടത്? ഇവിടെ പച്ച കളർ, ഇവിടെ പച്ച കളർ. നിങ്ങൾക്ക് എക്സാമിന് ഷെയ്ഡ് ചെയ്യാനേ വരുള്ളൂ. അപ്പം ചില ഭാഗങ്ങളിൽ ചില ഷെയ്ഡും കൊടുക്കുക, ഇത് കൊടുക്കുക. പിന്നെ ഇവിടെ ഒരു മഞ്ഞ കളറിൻ്റെ ഷെയ്ഡും കൊടുക്കുക. കഴിഞ്ഞു, വരയ്ക്കാനുള്ള കഴിഞ്ഞു. അതിനാണ് നമ്മൾ നേരത്തെ പഠിച്ച സാധനങ്ങൾ വരയ്ക്കുന്നത്. ഓക്കെ, അതേപോലെ ഇതും കൂടി വരയ്ക്കുക. അതോടെ ചാപ്റ്റർ വെറും 30 മിനിറ്റിൽ ഫുൾ കഴിഞ്ഞ് വിത്ത് വരയ്ക്കാനുള്ള സാധനങ്ങൾ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയ ക്ലാസ് നമ്മുടെ ബാച്ചിലുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം. സോ മക്കളെ, നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിരിക്കുന്നു. 30 മിനിറ്റ്സിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ.